ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞു ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? സൗത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത് അല്ലേ. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൻ്റെ സൗത്ത് കിടക്കുന്ന രാജ്യങ്ങളെയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ രാജ്യങ്ങളുടെ ആ ഒരു കൂട്ടായ്മയാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാം. ഇവിടെ ഒരു സ്റ്റഡി ടൂർ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. As part of their study tour in search of historical remains, the children of Kattadikkunnu Government UP School visited places like Kandanasheri, Muniyattukunnu and കുടക്കല്ല് പറമ്പ്. ഓക്കെ, അറ്റ് ദ ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ എന്താണ് ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ടൂർ നടത്തുകയാണല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് അവർ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, അതുപോലെ തന്നെ മുനിയാട്ടുകുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും, തൃശ്ശൂരിലുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയവും അവർ വിസിറ്റ് ചെയ്തു. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് എ പാർട്ട് ഓഫ് റിച്ചൂസ് ട്രാവലോഗ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ gathered during the study tour. അപ്പോൾ ഈ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് റിച്ച് തയ്യാറാക്കിയ ഒരു ട്രാവലോഗിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ആദ്യം വായിച്ചു നോക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവരവിടുന്ന് കണ്ടത്, എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എ ജേർണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, റിച്ചു എസ്, ക്ലാസ് 6B, ഗവൺമെൻറ് UPS Kattadikkunnu. From the plain area, we started climbing up the hill. It was an amazing journey through small passes, steep slopes and rocky cracks. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നിരപ്പാർന്ന പ്രദേശത്ത് നിന്ന് അവർ കുന്നിലേക്ക്, ഹില്ലിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നിരുന്നു ആ ഒരു യാത്രയിൽ എന്നാണ് പറയുന്നത്. ദിസ് ട്രിപ്പ് റിയലി സർപ്രൈസ്ഡ് ആസ്. ശരിക്കും അവർക്ക് എന്താണ്, ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. വി സോ കുടക്കല്ല്, അംബ്രല്ല സ്റ്റോൺ. അവരെന്ത് കണ്ടു? കുടക്കല്ല് കണ്ടു, അഥവാ അംബ്രല്ല സ്റ്റോൺ പോലെയുള്ളത് കണ്ടു. തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോൺ, ആൻഡ് മുനിയറ, ഡോൾമെൻ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. എവിടെയാണ്? ഒരു കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ദ വൺ ഷേപ്ഡ് ലൈക്ക് അംബ്രല്ലാസ് വേർ കുടക്കൽ, ദ cave shaped ones were തൊപ്പിക്കല്ല് ആൻഡ് ദ കേവ് ലേക്സ് വൺസ് വേർ മുനിയറാസ്. അപ്പോൾ അവർ കുട പോലെ ഇരിക്കുന്ന കുടക്കല്ലുകളും തൊപ്പി പോലുള്ള തൊപ്പിക്കല്ല്, ഗുഹ പോലെയുള്ള മുനിയറകൾ എന്നിവ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണെന്ന് അവർക്ക് മനസ്സിലായി. ദീസ് were built by humans who lived centuries ago. Our teachers told us about these historical relics in detail. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്തു? ഇതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. To learn more about this, we went to ശക്തൻ തമ്പുരാൻ മ്യൂസിയം in തൃശ്ശൂർ ടൗൺ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്കും അവർ പോയി. The museum had a collection of the stone monuments similar to the ones that we have seen in different places, and its models along with the descriptions were also displayed. അപ്പോൾ അവിടെ എന്താണ്, ഇത്തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്മാരകങ്ങളെക്കുറിച്ചും മോണുമെൻറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ മോഡൽസ്, അവയുടെ ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. We were really amazed to see the iron weapons, tools, pots, ornaments and coins collected from these stone monuments. മാത്രമല്ല ഇത്തരത്തിലുള്ള മോണുമെന്റ്സിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ടൂൾസ്, വെപ്പൺസ്, പോട്ട്സ്, ഓർണമെന്റ്സ്, കോയിൻസ് എന്നിവയൊക്കെ അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ആ ഒരു മ്യൂസിയത്തിൽ അവർക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഹാവ് യു ഗോൺ ഫോർ സ്റ്റഡി ടൂർ ലൈക്ക് ദിസ്? നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റഡി ടൂറുകളൊക്കെ പോയിട്ടുണ്ടോ? സ്കൂളുകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. ഡു യു റൈറ്റ് ആൻഡ് പ്രസൻറ്റ് അബൌട്ട് സച്ച് എക്സ്പീരിയൻസസ്? അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് എഴുതാറോ മറ്റൊക്കെ ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. എന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് നമുക്ക് എന്നും ഒരു മെമ്മറി ആയിട്ട് എടുത്തു വെക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലോഗ്? അപ്പോൾ റിച്ചുവിൻ്റെ ട്രാവലോഗിൽ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ ഡിസ്ക്രൈബ്
ചെയ്യുന്നത്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് അല്ലേ. ഷോൾ വി എക്സ്പ്ലോർ മോർ അബൌട്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ റിമൈൻസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മെഗാലിത്തിക് ഏജിനെ കുറിച്ചിട്ടാണ്. മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാശിലായുഗം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. കുടക്കല്ല് അഥവാ അംബ്രല്ല സ്റ്റോൺ, തൊപ്പിക്കല്ല്, കേപ്പ് സ്റ്റോൺ ആൻഡ് മുനിയറ ഡോൾമെൻസ് മെയ്ഡ് ഫോർ ഗ്രാനൈറ്റ് ആൻഡ് എ ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. അപ്പോൾ കരിങ്കല്ലിലും അതുപോലെ തന്നെ ചെങ്കല്ലിലും നിർമ്മിച്ച സംഭവങ്ങളാണ് ഈ കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മഹാശിലാസ്മാരകങ്ങൾ അഥവാ മെഗാലിത്തിക് മോണുമെന്റ്സ് എന്നാണ് പറയുന്നത്. Since these are made of huge stones or stone slabs, they are called megalithic monuments. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ വലിയ കല്ലുകൾ കൊണ്ടായിരിക്കാം, വലിയ ശിലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ശിലാപാളികൾ കൊണ്ടാണ്. ഓക്കെ, സ്റ്റോൺ സ്ലാബ്സ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവയെ നമ്മൾ എന്ത് പറയുന്നു? മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നു. The period during which these stone monuments were built is known as the megalithic age. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഏജിനെ, ആ ഒരു പീരീഡിനെ നമ്മൾ പറയുന്നതാണ് മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറഞ്ഞു, എന്താണ് മെഗാലിത്തിക് ഏജ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ എന്താണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യ കംപ്രൈസ് ദ സദേൺ ഇന്ത്യ ഓഫ് കർണാടക, തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ആസ് വെൽ ആസ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പോണ്ടിച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ആദ്യം സൗത്ത് ഇന്ത്യ എന്താണെന്ന് പഠിച്ചാലേ നമുക്ക് സൗത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഹിസ്റ്ററി നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സൗത്ത് ഇന്ത്യ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ മെഗാലിത്തിക് ഏജിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ദ എവിഡൻസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ് ആർ ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ, മറയൂർ, ചെരമനേഗാഡ്, കുപ്പക്കൊല്ലി ആൻഡ് മങ്ങാട് ഇൻ കേരള, ആദിച്ചനെല്ലൂർ ഇൻ തമിഴ്നാട്, ബ്രഹ്മഗിരി ഇൻ കർണാടക ആൻഡ് നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ് ആർ ഇമ്പോർട്ടൻറ്റ് മെഗാലിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മെഗാലിത്തിക് ഏജുകൾ ഏറ്റവും കൂടുതൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ്? മറയൂർ, ചെരമനേങ്ങാട്, അതുപോലെ തന്നെ കുപ്പക്കൊല്ലി, ഇതൊക്കെ എവിടെയാണ്? മങ്ങാട്, ഇതൊക്കെ കേരളത്തിലാണ്. മാത്രമല്ല തമിഴ്നാട്ടിലാണെങ്കിൽ ആദിച്ചനെല്ലൂർ, കർണാടകയിലാണെങ്കിൽ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലാണെങ്കിൽ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ മോണുമെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. മെഗാലിത്തിക് മോണുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2-3 ബാക്കി ഏതൊക്കെയാണെന്ന് നോക്കാം. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, മുനിയറ, കല്ലറ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. മെഗാലിത്തിക് മോണുമെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ആൻഷ്യന്റ് പ്യൂരിയൽ പ്രാക്ടീസസ്. എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ പണ്ട് ശവസംസ്കാര രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഗാലിത്തിക് മോണുമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. Such stone monuments were constructed for burying the remains of the dead. അപ്പോൾ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതശരീരം അടക്കം ചെയ്യുന്നതിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. Since numerous iron tools were found from megalithic monuments, this period is also known as the Iron Age. മാത്രമല്ല ഈ ഒരു സംസ്കാരം, ഈ ഒരു മെഗാലിത്തിക് മോണുമെന്റ്സിൽ നിന്നും നമുക്ക് ടൂൾസ്, ഇരുമ്പിൻ്റെ അയൺ ടൂൾസ് ഒക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അയൺ ഏജ് എന്നും പറയാറുണ്ട്. Along with the remains of the dead, ornaments, weapons, tools, vessels and coins that were used were also found from megalithic monuments. അത് മാത്രമല്ല ഈ മെഗാലിത്തിക് മോണുമെന്റ്സിൽ നിന്നും നമുക്ക് ഓർണമെന്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ് ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. Then complete the given worksheet related to megalithic monument in South India. സൗത്ത് ഇന്ത്യയിലെ മെഗാലിത്തിക് മോണുമെന്റ്സുമായി ബന്ധപ്പെട്ട ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് ഇവിടെ? മേജർ മെഗാലിത്തിക് സൈറ്റ്സ് ആണ് കേരളത്തിൽ എവിടെയാണ്? മറയൂരാണ്. തമിഴ്നാടാണെങ്കിൽ ആദിച്ചനെല്ലൂര്, ആന്ധ്രാപ്രദേശ് നാഗാർജുനകൊണ്ട, ദെൻ കർണാടകയാണെങ്കിൽ ബ്രഹ്മഗിരി. ഇനി മേജർ മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള മെഗാലിത്തിക് മോണുമെന്റ്സ് ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നാട്ടുകല്ല്. ഓക്കെ, ദെൻ തിങ്സ് ബറീഡ് വിത്ത് റിമൈൻസ് ഓഫ് ദ ഡെഡ്. ഈ ഒരു ശരീരാവശിഷ്ടങ്ങൾക്കൊക്കെ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്? വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, ഓർണമെന്റ്സ്, കോയിൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു മെഗാലിത്തിക് മോണുമെന്റ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. ദ അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അയൺ ഏജ് എന്നും പറയാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
ഇവിടെ ഈ പിക്ചർ നിങ്ങൾ നോക്കി നോക്കൂ. അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ് ഫ്രം ആദിച്ചനെല്ലൂർ ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂരിൽ നിന്നും കിട്ടിയിട്ടുള്ള അയൺ വെപ്പൺസും ടൂൾസുമാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസ് യൂസ്ഡ് ഡ്യൂറിങ് ദ അയൺ ഏജ്. അപ്പോൾ അയൺ ഏജിൻ്റെ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസും വെപ്പൺസും അതിൻ്റെ ഷേപ്പ് സൈസ് അതൊക്കെ നിങ്ങൾ നോക്കൂ. നല്ല നേരമായിട്ടുള്ളതും നല്ല വലുതും ഒക്കെ ഇതിലുണ്ടല്ലേ. ദിസ് ഇൻക്ലൂഡ് നൈഫ്, sword, sickle, spearhead, ട്രൈപോഡ് ആൻഡ് ലാംപ്സ് മെയ്ഡ് ഓഫ് അയൺ. അപ്പോൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കത്തി, വാള്, അരിവാള്, കുന്തമുന, മുക്കാലി പീഠം, വിളക്കുകൾ മുതലായവയൊക്കെ ഇതിലുണ്ട്. ദ യൂസ് ഓഫ് അയൺ ഹെൽപ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ പ്രോസസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ്. അപ്പോൾ മെഗാലിത്തിക് ഏജിൽ എന്താണ് ഈ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് അയൺ എന്ന് പറയുന്നത്. അയൺ കണ്ടുപിടിച്ചതോടു കൂടിയിട്ടാണ് അഗ്രികൾച്ചർ സെക്ടർ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം അവർക്ക് വളരെ ഷാർപ്പായിട്ടുള്ള വെപ്പൺസും ടൂൾസൊക്കെ കിട്ടിയതോട് കൂടിയിട്ട് മണ്ണൊക്കെ ഇളക്കി മറിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ട് മാറി. മെഗാലിത്തിക് കൾച്ചർ ഈസ് ദ ക്രിയേഷൻ ഓഫ് പീപ്പിൾ ഹു പ്രോഗ്രസ്ഡ് ഫ്രം ഗുഡ് ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഫുഡ് പ്രൊഡക്ഷനിൽ നിന്നും ഫുഡ് ഗാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് അവർ മാറിയത്. ആദ്യം എങ്ങനെയായിരുന്നു? അവർക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം അവർ ഗ്യാദർ ചെയ്തിരുന്നുള്ളൂ. അത് മാത്രം അവരുടെ നിത്യജീവിതത്തിന് വേണ്ടത് മാത്രമേ അവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ആയതോട് കൂടിയിട്ട് അവിടെ എന്താ സംഭവിച്ചു? ഫുഡ് പ്രൊഡക്ഷൻ കൂടി അല്ലേ, കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യപ്പെടാനും മറ്റുമൊക്കെ തുടങ്ങിയത് ഈ ഒരു ഏജോട് കൂടിയിട്ടാണ്. ദ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇനി സൗത്ത് ഇന്ത്യയിലെ ആ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇവിടെ നോക്കൂ, ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ് ഈ 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ക്യാപിറ്റൽസുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഒബ്സർവ് മാപ്പ് 8.1 വിച്ച് പ്രസന്റ് ഡേ സ്റ്റേറ്റ്സ് ഡു നോട്ട് കളർ റീജിയൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെൻറ്റ്. അപ്പോൾ ഈ ഒരു മാപ്പിൽ നിന്നും ഇന്ന് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്? ഒന്ന് കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്. ഈ ഒരു പ്രദേശങ്ങളാണ് ആ ഒരു മാപ്പിൽ നമുക്ക് ഇന്നത്തെ പ്രദേശങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ദ സൗത്ത് ഇന്ത്യൻ റീജിയൻ വിച്ച് ഈസ് കളേർഡ് ഓൺ ദ മാപ്പ് വാസ് നോൺ ആസ് ദ തമിഴകം ഇൻ ആൻഷ്യൻ ടൈം. അപ്പോൾ ഈ ആ ഒരു മാപ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു നിറങ്ങൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അഥവാ ഇന്ന് കാണുന്ന കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ അന്ന് കോമൺ ആയിട്ട് പറഞ്ഞിരുന്നത് തമിഴകം എന്നുള്ള പേരിലാണ്. ഓക്കെ. The main historical sources providing information about ancient Tamilagam are പഴന്തമിഴ് പാട്ടുകൾ, ആൻഷ്യൻ തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് സോ ഓൺ. അപ്പോൾ പണ്ട് ഈ ഒരു തമിഴകത്തെ കുറിച്ചിട്ടുള്ള ആൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നത് പ്രധാനമായിട്ടും ഹിസ്റ്റോറിക്കൽ ഒരു സോഴ്സ് എന്ന് പറയുന്നത് പഴന്തമിഴ് പാട്ടുകളാണ്, പണ്ടത്തെ ആൻഷ്യൻ തമിഴ് സോങ്സ് ആണ്. മാത്രമല്ല കോയിൻസ്, ട്രാവലോഗ്സ്, ഇൻസ്ക്രിപ്ഷൻസ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. ദെൻ എമംഗ് ദീസ് മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ സംഗം ലിറ്ററേച്ചർ, എ കളക്ഷൻ ഓഫ് ആൻഷ്യൻ തമിഴ് സോങ്സ്. അപ്പോൾ ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായിട്ടുള്ള ഒരു ബുക്ക് കളക്ഷൻ ആയിട്ടുള്ള സംഘം ലിറ്ററേച്ചറിൽ നിന്നുമാണ്. ഇനി എന്താണ് സംഘം ലിറ്ററേച്ചർ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് എന്താണ് സംഘം വർക്ക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2 അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. ദ അകം സോങ്സ് റെഫർ ടു ദ ഫാമിലി ലൈഫ് ആൻഡ് സോഷ്യൽ ലൈഫ്. ദ പുറം സോങ്സ് റെഫർ ടു ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ്. അപ്പോൾ ഈ ഒരു സംഘം വർക്ക്സിനെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അകം സോങ്സ്, മറ്റൊന്ന് പുറം സോങ്സ്. ഈ അകം സോങ്സിൽ വരുന്നത് ഫാമിലി ലൈഫ്, സോഷ്യൽ ലൈഫ് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. പുറം സോങ്സിൽ വരുന്നത് എക്കണോമിക്, പൊളിറ്റിക്കൽ, മിലിറ്ററി ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് വീണ്ടും സംഘം ലിറ്ററേച്ചറിലേക്ക് തിരിച്ചു വരാം. യാതും ഊര്, യാവരും കേളിർ, തീതും നെൻഡും പിറത്തര വാര, പുറനാനൂര് എന്ന് പറയുന്നതിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വരി. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? എവ്രിവെയർ ഈസ് അവർ ലാൻഡ്, എവ്രി വൺ ഈസ് അവർ കിൻ, നെയ്തർ എവിൾ നോർ ഗുഡ് കംസ് ഫ്രം അതേഴ്സ്. എന്താ പറയുന്നത്? എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും എന്താണ് നമ്മുടെ ബ്രദേഴ്സ് ആണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദ ലൈൻസ് ഗിവൺ എബോവ് ആർ ഫ്രം പുറനാനൂര്, എ സംഘം ലിറ്റററി വർക്ക്. ഇവ പുറനാനൂര് എന്ന് പറയുന്നതിലെ വരികളാണ് മേലെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്? ഒരു സംഘം ലിറ്റററി വർക്കാണ്.
Then the Sangam were groups of Tamil poets centered around Madurai. അപ്പോൾ പ്രധാനമായിട്ടും മധുര സെൻറ്റർ ആയിട്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. തമിഴിലെ ഒരു കവികളുടെ കൂട്ടായ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദീസ് സംഘംസ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദ സോങ് ഓഫ് ദ സിംഗേഴ്സ് ഓഫ് ദാറ്റ് ടൈം. അപ്പോൾ ഈ സംഘങ്ങൾ എന്താണ്, അന്നത്തെ ആ ഒരു സിംഗേഴ്സിൻ്റെ പാട്ടുകളൊക്കെ ശേഖരിച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Therefore, these songs are referred to as Sangam works and this period is called the Sangam age. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഘം വർക്ക്സ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തെ ഈ ഒരു പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, സംഘം ഏജ് എന്ന് പറയാറുണ്ട്. ലൈക്ക് പുറനാനൂരി മെനി അതർ ലിറ്റററി വർക്ക്സ് വെർ കമ്പോസ്ഡ് ഡ്യൂറിങ് ദാറ്റ് ഏജ്. അപ്പോൾ ഈ പുറനാനൂര് പറയുന്ന നിരവധി ലിറ്റററി വർക്ക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ഇമ്പോർട്ടൻറ്റ് സംഘം ലിറ്റററി വർക്ക്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സംഘം ലിറ്റററി വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കുരും ടോക്കായ്, ഓക്കെ, അഥവാ കുറുന്തൊക്കെ എന്ന് പറയും. നറ്റിനെയ് അഥവാ നറ്റിനെയ്, അതുപോലെ തന്നെ അകനാനൂര്, ദെൻ പതിറ്റുപാട്ട്, ഓക്കെ, പതിറ്റുപാട്ട്. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള സംഘം ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു സംഘം ലിറ്ററേച്ചർ, അതർ തമിഴ് ലിറ്റററി വർക്ക്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യൻ തമിഴകം ആർ തിരുക്കുറൽ, സിലപ്പഴിക്കാരം ആൻഡ് മണിമേഖല. അപ്പോൾ സംഘ സാഹിത്യ കൃതികളിൽ പൊതുവെ അന്ന് എന്തായിരുന്നു, അന്ന് ആൻഷ്യൻ തമിഴ് ലിറ്ററേച്ചറും ഉണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് എന്തുണ്ട്, അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ആൻഷ്യൻ തമിഴ് ലിറ്റററി വർക്ക്സ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും തിരുക്കുറൽ, ചിലപ്പതിക്കാരം ആൻഡ് മണിമേഖല, ഇതൊക്കെ ആയിരുന്നു. ഇനി അതെന്താണെന്ന് പറയുന്നുണ്ട്. തിരുക്കുറൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. തിരുക്കുറൽ ഈസ് വൺ ഓഫ് ദ ഇമ്മോർട്ടൽ ലിറ്റററി വർക്ക്സ് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തിരുവുള്ളവർ ഈസ് ദ ഓതർ ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ തമിഴ് ലിറ്ററേച്ചറിലെ ഒരു പ്രധാനമായിട്ടുള്ള കൃതികളിൽ ഒന്നായിരുന്നു ഈ തിരുക്കുറൽ എന്ന് പറയുന്നത്. തിരുവള്ളുവർ ആണ് ഈ ഒരു ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിലപ്പതികാരമാണ്. സിലപ്പതികാരം എന്ന് ഇംഗ്ലീഷിൽ പറയും, ചിലപ്പതികാരം എന്ന് മലയാളത്തിലും പറയും. ഇല്ലങ്കു അടിങ്കൽ ഈസ് ദ ഓതർ ഓഫ് സിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണങ്കി ആൻഡ് കോവലൻ. അപ്പോൾ കണ്ണങ്കിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ഈ ഒരു സിലപ്പതികാരത്തിൻ്റെ ഓതർ എന്ന് പറയുന്നത് ഇളങ്കോ അടികളാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മണിമേഖലയാണ്. മണിമേഖല ഈസ് എ വർക്ക് ഓഫ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മണിമേഖല, ദ ഡോട്ടർ ഓഫ് കോവലൻ ആൻഡ് മാധവി. മണിമേഖല വാസ് കമ്പോസ്ഡ് ബൈ ചിതലൈ ചാതനാർ, ഓക്കെ. അപ്പോൾ കോവലിൻ്റെയും മാധവിയുടെയും മകളായിട്ടുള്ള മണിമേഖലയുടെ കഥ പറയുന്ന ഒരു കൃതിയാണ് മണിമേഖല എന്ന് പറയുന്നത്. ചീത്തലൈ ചാത്തനാരാണ് ഇതിൻ്റെ ഓതർ കമ്പോസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിസ്റ്റ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യൻ തമിഴകം. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് സോഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് സംഘം വർക്ക്സ്, മറ്റൊന്ന് തിരുക്കുറൽ, സിലപ്പതികാരം, മണിമേഖല, ഇതൊക്കെയാണ്. അപ്പോൾ അതവിടെ ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വണ് അവിടുത്തെ സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. The ancient Tamil songs including Sangam works refer to the life of the people in ancient Tamilagam. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സംഘം വർക്ക്സിലും അതുപോലെ തന്നെ ആൻഷ്യൻ തമിഴ് സോങ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അന്നത്തെ ആളുകളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്. These songs have reference to the social life, agriculture, cattle rearing, salt എക്സ്ട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്, സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ കാറ്റിൽ റെയറിങ്, കാലുമേക്കൽ, ഉപ്പ് കുറുക്കൽ, മാത്രമല്ല ഭക്ഷണങ്ങൾ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ്. ലെറ്റ്സ് എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യോ എക്കണോമിക് ലൈഫ് ഡ്യൂറിങ് ദ സംഘം ഏജ്. അപ്പോൾ സംഘം ഏജിലെ അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോഷ്യൽ ലൈഫാണ് there existed a social division based on occupation. ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവരുടെ സോഷ്യൽ ഡിവിഷൻ നിലനിന്നിരുന്നത്. There were no social discrimination. അവിടെ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഈക്വാലിറ്റി എക്സിസ്റ്റഡ്. ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അവരുടെ എക്കണോമിക് ലൈഫിലേക്ക് വരികയാണെങ്കിൽ അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ്. കാറ്റൽ റിയറിംഗ്, ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് were other livelihood. അപ്പോൾ
അവർ പ്രധാനമായിട്ടും ജീവിക്കാൻ കൃഷിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കാലിമേക്കൽ, മീൻപിടുത്തം, അതുപോലെ തന്നെ വേട്ടയാടൽ, ഇതൊക്കെ അവരുടെ ജീവിതത്തിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ദെൻ ദർ എക്സിസ്റ്റഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ഒരു ട്രേഡ് അവർക്ക് ഉണ്ടായിരുന്നു. പീപ്പിൾ ആൻഡ് അതർ സ്പൈസസ് വേർ ദ മെയിൻ ഐറ്റംസ് ബോട്ട് ബൈ ഫോറിനേഴ്സ്. ദേ ബ്രോട്ട് ഹെർ കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര വിത്ത് ദം. മാത്രമല്ല എന്താണ്, ഫോറിനേഴ്സുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കുരുമുളകും മറ്റുള്ള സ്പൈസസും ഒക്കെ അവരെന്തായിരുന്നു പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നു. കൂടാതെ അവരെന്ത് ചെയ്തിരുന്നു, ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതൊക്കെ ഇങ്ങോട്ടും കൊണ്ടുവന്നിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോയിരുന്നു എന്ന് അർത്ഥം. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ സോഷ്യൽ ലൈഫ് ഓഫ് സംഘം ഏജ് വിത്ത് കണ്ടംപററി ലൈഫ്. അടുത്തതായിട്ട് പറയുന്നിട്ടുള്ളത് സംഘകാല സാമൂഹിക ജീവിതത്തെ കുറിച്ചിട്ടും ഇന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള സോഷ്യൽ ലൈഫിനെ കുറിച്ചും ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു പാരഗ്രാഫ് പോലെ എഴുതാം. ഇറ്റ് മസ്റ്റ് ബി സെഡ് ദാറ്റ് ദ സോഷ്യൽ ലൈഫ് ഓഫ് സംഘം ഏജ് വാസ് സിമിലർ ടു ദ കണ്ടംപററി ലൈഫ്. അപ്പോൾ കണ്ടംപററി ലൈഫുമായിട്ട് ഏകദേശം ഒരു സെയിം ആയിട്ടുള്ളതായിരുന്നു അന്നത്തെ സംഘം ഏജിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ഇൻ ദ സംഘം ഏജ് ദർ എക്സിസ്റ്റഡ് എ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ. അപ്പോൾ ഓക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഡിവിഷൻ ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ദർ വേർ നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അന്ന് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ തീരെ ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ജെൻഡർ ഈക്വാലിറ്റി ഡിസ്റ്റിങ്ഷൻസ് ബേസ്ഡ് ഓൺ occupation or any other factors. മാത്രമല്ല അന്നത്തെ എന്താണ് സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കുകയും തൊഴിലിനെയോ മറ്റു ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്ന പോലെ അന്നും ഉണ്ടായിരുന്നില്ല. മോഡേൺ സൊസൈറ്റി മെയിൻറ്റെയിൻസ് ജെൻഡർ ഈക്വാലിറ്റി ബൈ എൻഷുറിംഗ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ ഓൾ സെക്ടേഴ്സ്. സ്ത്രീകൾ എല്ലാ സെക്ടേഴ്സിലും ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ള ഇന്നത്തെ മോഡേൺ ചിന്താഗതി തന്നെയായിരുന്നു അന്നും നിലനിന്നിരുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തിണൈസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. തിണ സംഘം വർക്ക്സ് മെൻഷൻ 5 geographical divisions based on its terrain which existed in ancient തമിഴകം. ആൻഷ്യൻ തമിഴകത്തിലെ ജിയോഗ്രഫിക്കൽ ഡിവിഷനെ ബേസ് ചെയ്തുകൊണ്ട് 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് ആർ നോൺ ആസ് ഐൻതിനൈസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐൻതിനകൾ എന്ന് പറയുന്നത്. ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ വിച്ച് തിനായ് വാരീഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും അതുപോലെ തന്നെ അവരുടെ ഒക്യുപ്പേഷനും നിലനിന്നിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തിനൈസ് എന്ന് പറയുന്നത്, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഓക്കെ, അപ്പോൾ ഇതിനെ ഓരോന്നിനെയും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു അവരുടെ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറിഞ്ചി ആണെങ്കിൽ അത് ഫോറസ്റ്റ് മൗണ്ടെയിൻ ഏരിയാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസും ഹണ്ടിങ്ങുമായിരുന്നു ചെയ്തിരുന്നത്. ഇനി മുല്ല എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡും ബുഷസുമായിരുന്നു. അതുകൊണ്ട് കാറ്റൽ റിയറിംഗ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. കാരണം ബുഷും ഗ്രാസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കന്നുകാലികളെ മേയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. നെക്സ്റ്റ് വണ് പാലൈ എന്ന് പറയുന്നത് അരിഡ് റീജിയൻ ആണ്, വരണ്ട പ്രദേശമാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. സോ റോബറി ആൻഡ് ബ്ലണ്ടർ, കൊള്ളയും കവർച്ചയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. നെക്സ്റ്റ് മരുതമാണ്. മരുതം അഗ്രികൾച്ചറൽ ഫീൽഡാണ്, അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ ഒക്യുപ്പേഷൻ. നെക്സ്റ്റ് നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്, ഫിഷിങ്ങും സോൾട്ട് എക്സ്ട്രാക്ഷനുമായിരുന്നു അവർ ചെയ്തിരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ദ റിസോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് തിനൈസ് വെർ എക്സ്ചേഞ്ച്ഡ് വിത്ത് അതർ തിനൈസ്. അപ്പോൾ ഇപ്പോൾ നെയ്തലിൽ അവിടെ എന്താണ് ഫിഷിങ്ങും സാൾട്ടും എക്സ്ട്രാക്ഷനും ആണ് അല്ലേ. അപ്പോൾ അവർക്ക് അത് മാത്രം കൂടി ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഭവങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിരുന്നു. സച്ച് എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ട്രേഡ് സെൻറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സ്, ട്രേഡ് സെൻറ്റേഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തു. ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് വേർ നോൺ ആസ് ദ അങ്ങാടീസ് അഥവാ മാർക്കറ്റ്സ്. ഇതിനെ അവർ അങ്ങാടികൾ അഥവാ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി എന്താണ് അങ്ങാടികൾ? അല്ലലാവണം ആൻഡ് നാലങ്ങാടി വേർ ദ മാർക്കറ്റ്സ് ഇൻ ആൻഷ്യൻ തമിഴകം. അപ്പോൾ 2 അങ്ങാടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അല്ലലാവണം എന്ന് പറയുന്നതും മറ്റൊന്ന് നാളങ്ങാടി എന്ന് പറയുന്നതുമായിരുന്നു. അല്ലലാവണം വേർ ഈവനിങ് മാർക്കറ്റ്സ്. അല്ലലാവണം എന്ന് പറയുന്നത് വൈകുന്നേരമുള്ള ചന്തകളായിരുന്നു. ആൻഡ് നാലങ്ങാടി വേർ എ ഡേ ടൈം മാർക്കറ്റ്. നാലങ്ങാടി പകൽ ചന്തയുമായിരുന്നു. ഗുഡ്സ് ഫോർ ദ ഡെയിലി നീഡ്സ് ഓഫ് ദ ടിനൈ വേർ എക്സ്ചേഞ്ച്ഡ് ഹിയർ. അപ്പോൾ ഓരോ ദിവസത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. നെക്സ്റ്റ് വൺ, based on the names of the Thinais, divide the class into 5 groups and present as
skit including their geographical features and livelihood. അപ്പോൾ നമ്മളിപ്പോൾ 5 ദിനങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ ഉപജീവനവും അടിസ്ഥാനമാക്കിയായിരുന്നു അതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. നെക്സ്റ്റ് വൺ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഐഡന്റിഫൈ ഫ്രം ദ മാപ്പ് ഹു ഗവേൺ ഈച്ച് റീജിയൻ ഇൻ ആൻഷ്യൻ തമിഴകം. ആൻഷ്യൻ തമിഴകത്തിൽ ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയായിരുന്നു? ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ്. ഇവർ 3 പേരുമായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇവരുടെ അണ്ടറിലായിരുന്നു ആൻഷ്യൻ തമിഴകം ഉണ്ടായിരുന്നത്. The Chera, Chola and Pandya who ruled ancient Tamilagam were collectively known as the Movendar or മുവരാസർ. ഇവർ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ആൻഷ്യൻ തമിഴത്തിൽ ഇവരായിരുന്നു, ഈ 3 പേരായിരുന്നു ഭരിച്ചിരുന്നത് അല്ലേ. ഇവരെന്താണ്, മൂവേന്ദർ അല്ലെങ്കിൽ മൂവരശർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓൾദോ മെനി റൂളിംഗ് പവേഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ തമിഴകം, ദ മൂവേന്ദർ ആൻഡ് ദ അതോറിറ്റേറ്റീവ് പൊസിഷൻ. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ഇവർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ദീസ് കിങ്സ് വെർ റിഫേർഡ് ടു ആസ് കോൺ ആൻഡ് കടുംകോ. അപ്പം എന്താണ്, ഇവരെ ഈ രാജാക്കന്മാരെ കോൻ, കടുംകോ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ വിളിച്ചിരുന്ന പേരാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദെൻ ഒബ്സർവ് മാപ്പ് 8.1 ആൻഡ് ലിസ്റ്റ് ദ മൂവേന്ദർ ആൻഡ് ദെയർ ക്യാപിറ്റൽ. ഈ മൂവേന്ദറുടെ പേരും അവരുടെ ക്യാപിറ്റൽ ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ചിയേഴ്സ് അല്ല കേട്ടോ, ചേരാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ചേരാസ് ആണ് അല്ലേ, ചേരാസ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഞ്ചിയാണ്. ചോളാസിൻ്റേത് ഉറയൂരാണ്. പാണ്ഡ്യാസിൻ്റേത് മധുരയാണ്. അപ്പോൾ ആ ക്യാപിറ്റൽസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ആഫ്റ്റർ ദ സംഘം ഏജ് ദ റീജിയൻ വിച്ച് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ചേരാസ് ലേറ്റർ കെയിം അണ്ടർ ദ പെരുമാൾ റൂൾ. അപ്പോൾ ഈ സംഘം ഏജ് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ റീജിയൻ എല്ലാം ചേരാസിൻ്റെ അണ്ടറിലായിട്ട് മാറി. അതിൽ നിന്നും പെരുമാൾ റൂളാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് പെരുമാൾസ് ഓർ മഹോദയപുരം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അല്ലേ. പെരുമാളാണ് ഏറ്റെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി പെരുമാൾ എങ്ങനെയുണ്ടായി, ആരാണ് പെരുമാൾ, ഏതൊക്കെയാണ് റീജിയൻ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. In the 9th century CE, Perumal rule was established with its center at Mahodayapuram അഥവാ മാക്കോട്ടായി നിയർ പ്രസന്റ് ഡേ കൊടുങ്ങല്ലൂർ. ഇന്ന് നമ്മൾ കാണുന്ന കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തായിട്ടുള്ള മഹോദയപുരം എന്ന് പറയുന്ന സെൻറ്ററിൽ പെരുമാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 9th സെഞ്ചുറിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ദ പെരുമാൾസ് കെയിം ടു ബി നോൺ ആസ് ലേറ്റർ ചേരാസ്. ഇതിനെ നമ്മൾ ലേറ്റർ ചേരാസ് എന്ന പേരിലാണ് ഈ പെരുമാളിനെ ആദ്യം അറിഞ്ഞിരുന്നത്. ദ കിങ് ഹിയർ അഡോപ്റ്റഡ് ടൈറ്റിൽസ് ആസ് പെരുമാൾ, ചേരമാൾ ആൻഡ് കുലശേഖര. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, ഈ കിങ്സ് ആ പെരുമാൾ എന്നുള്ളത് എടുത്തു, ചേരമാന്, കുലശേഖര എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. ഇനി എന്താണ് മഹോദയപുരം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു കൊടുങ്ങല്ലൂരിനടുത്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ശരിക്കും മഹോദയപുരം എന്ന് പറയുന്നത്, Mahodeyapuram was the capital of the Perumals who ruled from the 9th century CE to the beginning of 12th century CE. അപ്പോൾ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം ക്യാപിറ്റലിനെയാണ് നമ്മൾ മഹോദയപുരം എന്ന് പറയുന്നത്. മഹോദയപുരം വാസ് ഫേമസ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ ആസ് എ പ്രോമിനൻറ്റ് സെൻറ്റർ ഓഫ് നോളജ് ആൻഡ് കൾച്ചർ. അപ്പോൾ കൾച്ചറിനും അതുപോലെ തന്നെ നോളജിനും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ കൂടിയായിരുന്നു ഈ ഒരു മഹോദയപുരം എന്ന് പറയുന്നത്. രാമരാജശേഖരൻ, സ്ഥാനുരവി, ഇന്ദുഗോദ ആൻഡ് ഭാസ്കര രവി വേർ ദ പ്രോമിനൻറ്റ് റൂളേഴ്സ് ഓഫ് മഹോദയപുരം. അപ്പോൾ ഇവരൊക്കെയായിരുന്നു മഹോദയപുരത്തെ പ്രധാനമായിട്ടുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ? പെരുമാൾ വന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പെരുമാൾ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് നദുസ്. അപ്പോൾ ഈ ഒരു പെരുമാൾ റൂളിനെ പിന്നെ എന്ത് ചെയ്തു, അവർ ആ ഒരു കിങ്ഡത്തിനെ തന്നെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നദൂസ് എന്ന പേരിൽ ഡിവൈഡ് ചെയ്തു. ദ നദൂസ് വേർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദേശംസ്. ഈ നദുവിന് പിന്നെ എന്ത് ചെയ്തു, ദേശംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദേശം ടു കരാസ്. ദേശമിന് പിന്നെ എന്താക്കി, കരാസ് എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ ആദ്യം നദൂസ് അഥവാ നാടുകൾ എന്നാക്കി മാറ്റി, നാടുവിനെ പിന്നെ എന്ത് ചെയ്തു, ദേശം എന്നാക്കിയിട്ട് മാറ്റി, പിന്നെ അതിനെ കര എന്നാക്കിയിട്ട് മാറ്റി. ദ നഡൂസ് വേർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ
Naduvalis and Deshams were administered by Deshavalis. Deshavalis ruled under the control of Deshakutams, which were popular in their nature. അപ്പോൾ ഈ ഒരു നാടുകളെ നമ്മൾ എന്ത് ചെയ്തു? നാടുവാഴികളുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ദേശം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേശവാഴീസ് ആയിരുന്നു. ഈ ദേശവാഴീസ് എന്ന് പറയുന്നത് ദേശക്കൂട്ടത്തിൻ്റെ അണ്ടറിൽ ആയിരുന്നു. അവരുടെ നേച്ചർ അനുസരിച്ചിട്ടായിരുന്നു അതിൽ മാറ്റം സംഭവിച്ചിരുന്നത്. ദ പഞ്ചായത്ത് റൂൾഡ് കരാസ്. പഞ്ചായത്തുകളാണ് ഈ കര റൂൾ ചെയ്തിരുന്നത്. ദ പെരുമാൾ വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹൈറാർക്കി. ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടെങ്കിലും ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പെരുമാൾ തന്നെയായിരുന്നു. പെരുമാളിൻ്റെ അണ്ടറിലായിരുന്നു ഇതൊക്കെ വന്നിരുന്നത്. ഇനി കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. പെരുമാൾ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു പെരുമാൾ കിങ്ഡം എന്ന് പറയുന്നത് പെരുമാളിൻ്റെ അണ്ടറിലാണ് അല്ലേ. ഇനി പെരുമാൾ കിങ്ഡത്തിൻ്റെ അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഹൈറാർക്കി എന്ന് പറയുന്നത് നാഡ്സ് ആണ് അല്ലേ. നാഡ്സ് ആരുടെ ആയിരുന്നു? നാടുവാഴീസിൻ്റെ ആയിരുന്നു. ദേശംസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ദേശവാഴീസിൻ്റെ ആയിരുന്നു. കരാസ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ആയിരുന്നു. ഇനി അവിടുത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. There was a strong economic foundation during the region of Perumals. പെരുമാൾസിൻ്റെ കാലത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ഫൗണ്ടേഷൻ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. Along with the agriculture, trade also flourished during that period. അപ്പോൾ ഈ സമയത്ത് ഇത് മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ എന്തൊക്കെയായിരുന്നു? അവരുടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ ട്രേഡ് ആയിക്കോട്ടെ ഇതൊക്കെ വളരെയധികം ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു ടൈമും കൂടെയായിരുന്നു. The spice trade with foreign countries and the customs duties അഥവാ taxes collected through parts resulted in the economic changes in the പെരുമാൾ കിങ്ഡം. അപ്പോൾ ഈ ഒരു പെരുമാൾ കിങ്ഡത്തിൽ അന്നുണ്ടായിരുന്ന ഒന്നായിരുന്നു അവിടുത്തെ ടാക്സ്. കസ്റ്റംസ് ഡ്യൂട്ടീസ് ആയിട്ട് അവർ ടാക്സ് പിടിച്ചിരുന്നു. ഈ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ട്രേഡൊക്കെ അവർ നടത്തിയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പോർട്ട് വഴിയിലെ ചുങ്കം അഥവാ ചുങ്കമായിട്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് അവർ ചുമത്തിയിരുന്നു. ഇത് തന്നെ അന്നത്തെ ഒരു സാമ്പത്തിക പുരോഗതിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വലിയ കാരണം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡിംഗ് ഗ്രൂപ്പ്സ് വേർ അഞ്ചുവണ്ണം ആൻഡ് മണിഗ്രാമം വളഞ്ചിയാർ ആൻഡ് നാനാദേശികൾ which were prevalent throughout South India at that time helped the economic development in this region. അപ്പോൾ അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം ഉണ്ടായിരുന്നതാണ് അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയവർ. ഇവർ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയിലെ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമായി ഹെൽപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ കൾച്ചറൽ ലൈഫിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദർ വർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ കൾച്ചറൽ സ്ഫെയർ ആസ് വെൽ. അപ്പോൾ അന്ന് എന്താണ് കൾച്ചറൽ ചേഞ്ചസും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ചേഞ്ച് തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ടെമ്പിൾസ് എമേർജ്ഡ് ആസ് ദ കോർ ഓഫ് കൾച്ചറൽ ലൈഫ് ആസ് ദേ വേർ ദ സെൻറ്റർ ഓഫ് അഗ്രേറിയൻ വില്ലേജസ്. അപ്പോൾ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ഈ ടെമ്പിൾസ് ക്ഷേത്രങ്ങളൊക്കെ സാംസ്കാരികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ കാസ്റ്റ് സിസ്റ്റം എമേർജ്ഡ് ആസ് പീപ്പിൾ കണ്ടിന്യൂഡ് ദ സെയിം ഓക്യുപ്പേഷൻ ട്രഡീഷണലി ഫ്രം ബർത്ത്. അപ്പോൾ ജനനം ഒരേ തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തരും പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നതിനാൽ ആ ഒരു കാസ്റ്റ് സിസ്റ്റം എന്താണ് അവിടെ എമർജ് ചെയ്യുക, രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പെയിൻറ്റിങ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്ലറിഷ്ഡ് അറൗണ്ട് ദ ടെമ്പിൾസ്. അപ്പോൾ ഈ ടെമ്പിൾസിനെ ഇത് ബേസ് ചെയ്തുകൊണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പെയിൻറ്റിങ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ഡാൻസ് ഇതൊക്കെ അന്ന് നിലനിന്നിരുന്നു. അന്ന് ഫ്ലറിഷ് ചെയ്യാണ്, അന്ന് വികാസം ആവുകയാണ് ചെയ്യുന്നത്. റിച്വൽസ് ആർട്സ് ലൈക്ക് കൂത്ത് ആൻഡ് കൂടിയാട്ടം ഓൾസോ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അത് മാത്രമല്ല റിച്വൽസ് ആർട്സ് ആയിട്ടുള്ള അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവയും ഈ ഒരു സമയത്തായിരുന്നു ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂത്ത്, കൂടിയാട്ടം എന്നിവയുടെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പിക്റ്റിംഗ് കൾച്ചർ ചേഞ്ചസ് ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ആൻഡ് പ്രിപ്പയർ എൻ ആൽബം, ഡിജിറ്റൽ ആൽബം വിത്ത് ക്യാപ്ഷൻസ്. അപ്പോൾ ഈ ഒരു പെരുമാളുടെ ഭരണകാലത്ത് അന്ന് ഉണ്ടായിരുന്ന കൾച്ചറായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും കൂത്ത്, കൂടിയാട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ആൽബം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ദെൻ by the beginning of the 12th century the rule of the Perumas disintegrated. അപ്പോൾ 12ാം നൂറ്റാണ്ടിൻ്റെ
ബിഗിനിങ്ങോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? ഈ ഒരു പെരുമാൾ റൂൾ തന്നെ ഇല്ലാതാവുകയാണ്, ശിഥിലമാവുകയാണ് ചെയ്യുന്നത്. ദസ് ദ പൊളിറ്റിക്കൽ യൂണിറ്റി ഓഫ് ദ റീജിയൻ അണ്ടർ their റൂൾ വാസ് ലോസ്റ്റ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് അവരുടെ ഭരണത്തിന് കീഴിലായിരുന്ന പല പ്രദേശങ്ങളും ഐക്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കോൺസിക്വൻ്റ്ലി മെനി നഡൂസ് ആൻഡ് വേർ പാർട്ട് ഓഫ് ദ പെരുമാൾ കിങ്ഡം ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഇവരുടെ ഭാഗങ്ങളായിട്ട് പല നാടുകളും സ്വാതന്ത്ര്യമാവുകയാണ് ചെയ്യുന്നത്, അവർക്കൊക്കെ ഫ്രീഡം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ എന്താണ്, ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ? അങ്ങനെയാണ് നാടുവാഴി സ്വരൂപംസ് ഉണ്ടാവുന്നത്. ഓക്കെ, the Nadus that were part of the Perumal kingdom later came to the known as Naduvali Swarupam, and these were under the control of Naduvalis. അപ്പോൾ നാടുവാഴികളുടെ അണ്ടറിലായിട്ട് ഈ എന്ത് ചെയ്തു? നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിൽ പിൻകാലത്ത് ആ ഒരു സ്ഥലങ്ങൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വരൂപംസ് were self-governing regions that existed based on the മരുമക്കത്തായം സിസ്റ്റം. അപ്പോൾ മരുമക്കത്തായം സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഈ ഒരു പ്രദേശങ്ങളൊക്കെ സ്വയം ഭരണമായിട്ട് നിലനിന്നിരുന്നത്. ജോയിൻറ്റ് ഫാമിലി ഈസ് ബേസ്ഡ് ഓൺ ദ മരുമക്കത്തായം സിസ്റ്റം കൺട്രോൾഡ് ആസ് സ്വരൂപംസ്. അപ്പോൾ മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കി കൂട്ടുകുടുംബങ്ങളായിട്ട് സ്വരൂപംസ് ആയിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഇനി ഇവിടെ എന്താണ് മരുമക്കത്തായം, എന്താണ് മക്കത്തായം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മക്കത്തായം ആൻഡ് മരുമക്കത്തായം വേർ ദ ഇൻഹെറിറ്റൻസ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ ആൻഷ്യൻറ്റ് കേരള. ആൻഷ്യൻറ്റ് കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു പിന്തുടർച്ചാവകാശ രീതികളായിരുന്നു ഈ ഒരു മക്കത്തായവും മരുമക്കത്തായം എന്ന് പറയുന്നത്. മക്കത്തായം ഈസ് ദ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് from father to children, whereas മരുമക്കത്തായം was a system by which right of inheritance was passed to the son of the sister in the family. അപ്പോൾ മക്കത്തായം എന്ന് പറയുന്നത് സാധാരണയായിട്ട് പിതാവിൽ നിന്നും മക്കൾക്ക് കൈമാറുന്നത് രീതി, ഇന്ന് നിലനിൽക്കുന്ന ഒരു പിതാവിൽ നിന്നും മക്കൾക്ക് കൈമാറുന്നത്. ഇനി മരുമക്കത്തായം എന്ന് പറയുന്നത് പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറുന്ന രീതിയാണ് മരുമക്കത്തായം എന്ന് പറയുന്നത്, സിസ്റ്റർമാരുടെ മക്കൾക്ക്. ഓക്കെ, then the importance നാടുവാഴി സ്വരൂപംസ് ഇൻക്ലൂഡഡ് കോലോത്തുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള നാടുവാഴി സ്വരൂപംസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് കോലോത്ത് നാട്, കണ്ണൂർ ബേസ് ചെയ്തിട്ടായിരുന്നു. നെടിയുരുപ്പ് കോഴിക്കോട് ബേസ് ചെയ്തിട്ട്, പെരുമ്പടപ്പ് കൊച്ചി ബേസ് ചെയ്തിട്ട്, തൃപ്പാപ്പൂര് വേണാട് ബേസ് ചെയ്തിട്ട്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് നാടുവാഴി റൂൾ ദ ജന്മി സിസ്റ്റം ലാൻഡ് ലോഡിസം ബിക്കെയിം വൈഡ് സ്പ്രെഡ്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്തായി? നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടു കൂടിയിട്ട് ജന്മി സമ്പ്രദായം വ്യാപകമാവുകയാണ് ചെയ്യുന്നത്. ദ ജന്മി സിസ്റ്റം was a system that controlled the socio-economic and political spheres in middle Kerala. അപ്പോൾ മിഡിൽ കേരളത്തിൽ തന്നെ ഈ ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ജന്മി സിസ്റ്റം എന്ന് പറയുന്നത്. The rise of നാടുവാഴി സ്വരൂപംസ് was the result of expansion of the ജന്മി സിസ്റ്റം. അപ്പോൾ ഈ ഒരു നാടുവാഴി സമ്പ്രദായത്തിൻ്റെ ഒരു എക്സ്പാൻഷനാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ജന്മി സിസ്റ്റം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ മേജർ നാടുവാഴി സ്വരൂപംസ് ഏതൊക്കെയാണെന്ന് ഇവിടെ ഈ ഒരു പിക്ചറിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ദ ലിസ്റ്റ് മേജർ നാടുവാഴി സ്വരൂപംസ് ദാറ്റ്സ് എക്സിസ്റ്റഡ് ഇൻ കേരള ഏതൊക്കെയാണ്? ഒന്ന് കോലോത്ത് നാട് സ്വരൂപം കണ്ണൂരിലാണ്, നെടിയരുപ്പ് സ്വരൂപം കോഴിക്കോട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എന്തെന്ന് പറയുന്നത് നാടുവാഴി സ്വരൂപംസ് എന്ന് പറയുന്നത്. So let's get familiarized more about the major നാടുവാഴി സ്വരൂപംസ്. അപ്പോൾ ഈ നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു കോലോത്ത് നാട് സ്വരൂപമാണ് അല്ലേ. റൂൾഡ് ഫ്രം കണ്ണൂർ ആസ് ഇറ്റ്സ് സെൻറ്റർ. കണ്ണൂരായിരുന്നു ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ദ റൂളർ വാസ് നോൺ ആസ് കോലോത്തിരി. കോലോത്തിരി ആയിരുന്നു ഇതിൻ്റെ റൂളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് നെടിയുരുപ്പ് സ്വരൂപമാണ്. റൂൾഡ് ഫ്രം കോഴിക്കോട് ആസ് ഇറ്റ്സ് സെൻറ്റർ. കോഴിക്കോടായിരുന്നു ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ദ റൂളർ വാസ് നോൺ ആസ് സാമൂതിരി അതോ സാമോറിൻ. സാമൂതിരി ആയിരുന്നു ഇതിൻ്റെ റൂളർ എന്ന് പറയുന്നത്. ദ ഫ്ലെയിം ഓഫ് സാമൂതിരി റൈസ്ഡ് ആഫ്റ്റർ ഹി ഹാഡ് ബിക്കേം ദ പ്രൊട്ടക്ടർ രക്ഷപുരുഷ ഓഫ് ദ മാമാങ്കം ഫെസ്റ്റിവൽ. അപ്പോൾ മാമാങ്കത്തിൻ്റെ രക്ഷപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മാമാങ്കം എന്താണെന്ന് നമുക്ക് താഴെ പറഞ്ഞു തരുന്നുണ്ട്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ദ കൊടുങ്ങല്ലൂർ റീജിയൻ ബിക്കേം പെരുമ്പടപ്പ് സ്വരൂപം. കൊടുങ്ങല്ലൂർ റീജിയൻ ആയിരുന്നു പെരുമ്പടപ്പ് സ്വരൂപത്തിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് ദ കൊച്ചി റോയൽ ഫാമിലി. ഇത് പിന്നീട് കൊച്ചി റോയൽ ഫാമിലി ആയിട്ട് അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. ദ സ്വരൂപം സിറ്റുവേറ്റഡ് അറ്റ് സദേൺ പാർട്ട് ഓഫ് കേരള. കേരളത്തിന്റെ സദേൺ പാർട്ടിലായിരുന്നു ഈ ഒരു തൃപ്പാപ്പൂർ സ്വരൂപം ഉണ്ടായിരുന്നത്. ലേറ്റർ ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു ദ പവർഫുൾ പ്രൈൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. ഇത് പിന്നീട് എന്തായിട്ട് മാറി? തിരുവിതാംകൂർ എന്നുള്ള ഒരു നാട്ടുരാജ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ് മാമാങ്കം എന്ന് പറയുന്നുണ്ട്. മാമാങ്കം വാസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് വൺസ് എവറി 12 years ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഭാരതപ്പുഴ അറ്റ് തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു മാമാങ്കം എന്ന് പറയുന്നത്. ദ ജമോറിയൻ ലേറ്റർ സെയ്സ്ഡ് ദ പ്രൊട്ടക്ടർഷിപ്പ് അഥവാ രക്ഷപുരുഷ ഓഫ് മാമാങ്കം ഫ്രം ദ വള്ളുവക്കോണോത്തിരി. ഓക്കെ, ദ റൂളർ ഓഫ് വള്ളുവനാട്. വള്ളുവനാടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനോത്തരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ ഒരു രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വേണാട് ഡെവലപ്ഡ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അനിഴം വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രരാജ്യമായി മാറിയത് എന്നാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ഇറ്റ് വാസ് ശക്തൻ തമ്പുരാൻ ഹു ട്രാൻസ്ഫോംഡ് ദ പെരുമ്പടപ്പ് സ്വരൂപം ഇൻ ടു ദ കൊച്ചി കിങ്ഡം. അപ്പോൾ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു ശക്തൻ തമ്പുരാന് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഒബ്സർവ് സം ഓഫ് ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ആൻഡ് ശക്തൻ തമ്പുരാൻ ഗിവൺ ബിലോ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാൻ്റെയും ചില റിഫോംസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് നോക്കാം. സോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ suppressed the Madambis and Ittuvitil Pillamar, ദ പവർഫുൾ ലാൻഡ് ലോഡ്സ്. അപ്പോൾ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും സപ്രസ് ചെയ്യാണ്, അമർച്ച ചെയ്യാണ് ചെയ്യുന്നത്. മെഷേർഡ് ആൻഡ് സർവേഡ് ദ ലാൻഡ് ഇൻ ദ കിങ്ഡം. മാത്രമല്ല രാജ്യത്തെ ഭൂമി എന്ത് ചെയ്തു? മെഷർ ചെയ്തിട്ട് തിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പെർഫോംഡ് തൃപ്പടിദാനം നടത്തി. ഇനി ശക്തൻ തമ്പുരാനാവട്ടെ സപ്രസ്ഡ് ദ നാടുവാഴീസിനെ അമർച്ച ചെയ്തു. എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഒക്കെ തുടങ്ങി വെച്ചു. ഇനീഷ്യേറ്റഡ് ദ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ഈ ഒരു ശക്തൻ തമ്പുരാൻ തന്നെയാണ്. ഇനി എന്താണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അനിഴം തിരുനാൾ തൃപ്പടിദാനം ഓൺ January 3rd, 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെർഫോംഡ് തൃപ്പടിദാനം. 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയിട്ടുള്ളത്. ഹി സറണ്ടർഡ് ഹിസ് സ്വാഡ്, the symbol of his authority, to Sri Padmanabha, the family deity of Travancore, and became a Padmanabhadasa, സെർവൻറ്റ് ഓഫ് ലോർഡ് പത്മനാഭ. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായിട്ടുള്ള സ്വാഡ് ഉടവാള് അടയാള വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. ദിസ് ഈസ് നോൺ ആസ് തൃപ്പടിദാനം. ദിസ് വാസ് പാർട്ട് ഓഫ് ചേഞ്ചസ് ഓഫ് മാർത്താണ്ഡവർമ്മ ബ്രോഡ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാവൻകൂർ ടു കൗണ്ടർ ദ എക്സസീവ് ത്രെറ്റ് ഫ്രം ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇങ്ങനെ കൊടുത്തതോട് കൂടിയിട്ട് അതിന് കഴിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇതെന്ന് പറയുന്നത്. കേരള വൺസ് പാർട്ട് ഓഫ് ദ ആൻഷ്യൻ തമിഴകം എമേർജ്ഡ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് പൊളിറ്റിക്കൽ റീജിയൻ അണ്ടർ ദ റൂൾ ഓഫ് പെരുമാൾസ്. അപ്പോൾ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം എന്ന് പറയുന്നത് പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ബട്ട് ദ കൊളാപ്സ് ഓഫ് പെരുമാൾ റൂൾ ലെഡ് ടു ദ ഡിസ്റ്റിങ്ക്രേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ യൂണിറ്റി. പക്ഷേ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ദ എമർജ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓട്ടോണമസ് നാടുവാഴി സ്വരൂപംസ് സിഗ്നിഫിക്കൻ്റ്ലി അൾട്ടേർഡ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ്
പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് മിഡീവൽ കേരള. പിന്നെ എന്ത് സംഭവിച്ചു? സ്വയം ഭരണമുള്ള സ്വതന്ത്രമായിട്ടുള്ള പ്രദേശങ്ങളായിട്ട് നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു. മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് ഇവോൾവ്ഡ് ഫ്രം ദീസ് നാടുവാഴി സ്വരൂപംസ് വെർ യൂണിഫൈഡ് ടു ദ ഫോം ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് കേരള. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ പിൻകാലത്ത് നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള നാട്ടുരാജ്യങ്ങളിൽ എല്ലാം ഒരുപോലെ ഏകീകരിച്ച് നിന്നുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ രൂപം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളം രൂപപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടുകാരെ വായിച്ച് നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 9th ചാപ്റ്റർ ആണ്, ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.